തെക്കുവടക്കിന്റെ യാത്രയിലെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറിയ താളുകളും കൊല്ലം മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു വരവ് ചരിത്രവും വിനോദവും സമന്വയിക്കുന്ന ഒരു കാഴ്ചകളിലേക്കാണ്. എന്താണെന്നല്ലേ, ജഡായു എർത്ത് സെന്റർ അഥവാ ജഡായു നേച്ചർ പാർക്ക്. സോ ആ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പോകുന്നത്. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്കുവടക്കിന്റെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും മികച്ചതും ഒപ്പം തന്നെ ഏറ്റവും വലുതും അങ്ങനെ വിശേഷിപ്പിച്ച് തുടങ്ങാൻ പറ്റും ജഡായു പാറയെ കുറിച്ചിട്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അതിൽ തന്നെ 2 സെക്ഷനായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്, ഹിൽ 1 ഹിൽ 2 എന്നുള്ള രീതിയിലേക്ക്. അതിലെ 1ലാണ് നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് കേബിൾ കാർ സൗകര്യത്തോടു കൂടി അവിടെ എത്താൻ പറ്റുക. അതുപോലെ തന്നെ അവിടെ എത്തി ജഡായുവിൻ്റെ ആ വലിയ സ്കൾപ്ചറിനുള്ളിലേക്കുള്ള പ്രവേശനം നടക്കുക. ഇതുപോലെ തന്നെ ഹിൽ 2ലാണ് നമുക്കിതൊരു ട്രക്കിംഗ് മൂഡിലോട്ട് ഒരു വാക്കിംഗ് ട്രാക്കിലൊക്കെ പോയി അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 2 വഴികളിലൂടെയാണ് നമുക്ക് അവിടെ എത്താൻ പറ്റും. എപ്പോഴും നമ്മൾ പറഞ്ഞു ചരിത്രം എന്ന് പറഞ്ഞു തുടങ്ങുന്നത്, കാരണം രാവണ യുദ്ധത്തിലൊപ്പം തന്നെ ജഡായുദ്ധം നടന്നത് ഇവിടെ ജഡായുവിലാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ അത്തരത്തിൽ ഇവിടെ രാമൻ്റെ പാദമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും കാഴ്ചകളുടെ ഒരു കമനീയ ശേഖരം തന്നെ അവിടെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ജഡായു എർത്ത് സെന്ററിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ 2 ഓപ്ഷനാണ് നമുക്ക് മുമ്പിലുള്ളത്. ഒന്ന് വാക്ക് വേ, അതിലൂടെയാണെങ്കിലും നമുക്ക് മേലേക്ക് എത്താൻ പറ്റും. അതിന് നൽകുന്ന ചിലവ് എന്ന് പറയുന്നത് 325 ആണ് ടിക്കറ്റ് റേറ്റ്, ഇൻക്ലൂഡ് ടാക്സ്. ഒപ്പം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അട്രാക്ട് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് കേബിൾ കാർ എന്നുള്ളത്. അപ്പോൾ കേബിൾ കാറിലൂടെ പോയി കുറച്ചൊരു ടോപ്പ് വ്യൂ ഒക്കെ കണ്ട് നേരെ അവിടെയും എത്താം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും 555 ഇൻക്ലൂഡ് ടാക്സ് ആണ്. അങ്ങനെ 2 ഓപ്ഷനിലൂടെയാണ് നമുക്ക് അവിടെ എത്താനുള്ളത്. അതിൽ തന്നെ കുറച്ച് വെറൈറ്റിയും കുറച്ച് കളർ പരിപാടിയൊക്കെ അവർ ഉൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയേക്കാം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് ലെഫ്റ്റിലോട്ട് കാണാൻ പറ്റും വാക്ക് വേ ഇതിലൂടെയാണ്. അപ്പോൾ മെല്ലെ നടന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് നമുക്ക് മേലെ ജഡായു പാറയിലെത്താം. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ എൻട്രി നമുക്ക് കേബിൾ കാറിലോട്ടാണ്. അപ്പം നമുക്ക് വലത്തോട്ടാണ് പോകാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വഴിയെ പോവാം. കൂടെ കൂടിക്കോ. അങ്ങനെ നമ്മൾ മെല്ലെ 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 ഉയരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഫാസ്റ്റാണ്. വന്ന് നിൽക്കുന്ന ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആയിട്ടാണെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ചൊന്ന് സ്ലോ മോഷനിലായിരിക്കും എന്നുള്ളത്. ഏകദേശം ഒരു 4 പഞ്ചിലായിട്ട് ഒരു എണ്ണത്തിൽ 4 എണ്ണം വരുന്നുണ്ട്. അതിൽ തന്നെ 32 പേർക്ക് ടോട്ടൽ ഇതിൽ പോകാൻ പറ്റും. അത്തരത്തിൽ ഏകദേശം ഒരു ബസ്സിൽ പോകാൻ പറ്റുന്ന, ഒരു മിനി ബസ്സിൽ പോകാൻ പറ്റുന്ന ആളുകളെ ഒറ്റ ട്രിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. നമുക്ക് പോകുമ്പോൾ സൈഡിലോട്ട് അടുത്തൊരു 5 ഹാർസ് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 4 സെറ്റാണ് ടോട്ടലി ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് ദൂരെ നമുക്ക് കാണുമ്പോൾ തന്നെ ജഡായുവിൻ്റെ ഒരു ടോപ്പ് ഹെഡ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ജഡായു എർത്ത് സെന്ററിനെ കുറച്ചുകൂടി ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുന്നതിന് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഹെലിപാഡ് കാണാൻ പറ്റും. പക്ഷേ ഇത് എപ്പോഴും അവൈലബിൾ അല്ല. സീസൺ സമയത്ത്, പ്രത്യേകിച്ച് ക്രിസ്മസ് സീസണിൽ അതുപോലെ ദീപാവലി ടൈമിലൊക്കെ കൂടുതൽ ആളുകൾ എത്തുന്ന സമയത്ത് നമുക്കിവിടെ ഹെലികോപ്റ്റർ സൗകര്യം ഉണ്ടായിരിക്കും. ഏകദേശം ഹെലികോപ്റ്ററിൽ പോകുന്ന സമയത്ത് 5 മിനിറ്റാണ് ഫ്ലൈയിങ് വരുന്നത്. അതിൽ തന്നെ 4 ജില്ലകൾ, ഇപ്പോൾ നിലവിലെ കൊല്ലം ജില്ലയിലാണ് ജഡായു നിൽക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട, അതുപോലെ ആലപ്പി, ട്രിവാൻഡ്രം സൈഡ് വർക്കല ഏരിയ ഒക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് യാത്രയ്ക്ക് 3500 ഹെലികോപ്റ്റർ അവർ ചാർജ് ഈടാക്കുന്നത്. അത് ശരിക്കും വല്ലപ്പോഴും അല്ലേ, ഭയങ്കര റയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുണ്ട്. പക്ഷെ അത് എപ്പോഴും അവൈലബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഹെലിപാഡ് വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചരിത്രവും വിനോദവും സമന്വയിക്കുന്ന ഒരു മണ്ണാണ് എന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് പ്രത്യേകിച്ച് ഭാരതീയ ഇതിഹാസമായിട്ടുള്ള രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ലങ്കാധിപനായിട്ടുള്ള രാവണൻ. ഈ കഥയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അങ്ങനെ കൊണ്ടുപോകുന്ന ആകാശയാത്രയ്ക്കിടെ ഇവിടെ ജഡായു ആണ് അതിനൊരു തടസ്സം സൃഷ്ടിക്കുകയും അതിനെ അവിടെ അടിപിടി തടക്കം നടന്നതെന്നാണ് ചരിത്രം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് രാവണൻ അതിൻ്റെ വാളെടുത്ത്
ജടായുവിനെ അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു. അപ്പോൾ ചിറകറ്റ് വീണത് ഈ പാറയിൽ എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും ചിറകറ്റ് വീണത് തന്നെ രാമലക്ഷ്മണന്മാരെത്തുന്നവരെ മരണം സംഭവിക്കരുത് എന്നുള്ള ഒരു അനുഗ്രഹം കൂടി സീതാദേവി കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമലക്ഷ്മണൻ എത്തുന്ന സമയത്ത് എവിടേക്കാണ്, ആരാണ് തട്ടിക്കൊണ്ടുപോയത്, രാവണനാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചത് അതുമൂലമായിരുന്നു. അപ്പോൾ അന്ന് ചിറകറ്റ് വീണ് ഇവിടുത്തെ ഒരു കിണറിൽ നിന്ന് വെള്ളം കുടിച്ചു. അത് ഇന്നും വറ്റാത്ത കിണറായിട്ട് ഇവിടെ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ രാമൻ്റെ പാദവും നമുക്ക് കാണാൻ പറ്റും. സോ തീർച്ചയായിട്ടും ഈ ചരിത്രത്തിൻ്റെ വഴികളോടെ പോകുന്ന സമയത്ത് ശരിക്കും ആധുനികതയുടെ കൂട്ടുപിടിച്ച് ഇന്ന് ജഡായു എർത്ത് സെൻറ്ററായി നിൽക്കുന്ന സമയത്ത് അത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇന്ന് നമുക്ക് ഇപ്പോൾ ഈ കാണാൻ പറ്റും ഏകദേശം 70 അടിയോളമാണ് ഉയരം. ഏകദേശം ഒരു 7 നില കെട്ടിടത്തിൻ്റെ അത്രത്തോളം ഒരു ഹൈ ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ 200 അടിയോളം അതിൻ്റെ ലെങ്ത് ഉണ്ട്, 150 അടിയോളം വിഡ്ത്ത്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ കാഴ്ചയിൽ കാണുന്നേക്കാൾ അപ്പുറമാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി, ഇതിൻ്റെ വലുപ്പം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ വരുന്ന കാഴ്ചകളിൽ നമുക്ക് മെല്ലെ ഒന്ന് നടന്നു കയറാം. ലോകത്തിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒന്നാണ് ജഡായു എർത്ത് സെൻറ്റർ എന്നുള്ളത്. കാരണം അത്രത്തോളം വിസ്മയകരമായിട്ട് ഇത് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ട് എന്നുള്ള ചിന്തിപ്പിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്ന ഒന്ന് കൂടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കാഴ്ചക്കാരും വിദേശികളും ഒക്കെ ഈ ഒരു പോയിന്റിൽ എത്തുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായി ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഫാമിലി കൂടെ നമ്മളൊപ്പം ജോയിൻ ചെയ്യാണ്. നമസ്കാരം. എന്താണ് ഇവിടെ വരെ എത്തിയിട്ടുള്ള കിതച്ചോ? കേബിൾ കാറിൽ തന്നെയല്ലേ വന്നേ? ആണ്. അപ്പൊ കിതത്തില്ല ഉണ്ട്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാണ്. ആ ചിരിയിൽ ഉത്തരവുണ്ട്. എനിക്ക് വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ആദ്യമേ പരിചയപ്പെടാം അല്ലേ? ഒന്ന് പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ടോണി. ഓക്കെ. ഞാൻ ഹൈദരാബാദ് സെറ്റിൽഡ്, കോട്ടയം കുറുപ്പന്തറക്കാരനാണ്. 40 വർഷമായിട്ട് ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. കൂടുതലും ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഇന്നിങ്സ് ഒക്കെ അവിടെയായിരുന്നു, ഹൈദരാബാദായിരുന്നു അല്ലേ? ഫാമിലി ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അപ്പൊ ടോണി ചേട്ടന് ബാക്കിയുള്ളവരൊന്ന് പരിചയപ്പെടുത്തി ആരൊക്കെയാണെന്നുള്ളത്. മിസ്സസ് ഷീല ഹൗസ് വൈഫാണ്. ഓക്കെ. മോള്. ഓക്കെ. മകളുടെ പേര് ടീന. ബാംഗ്ലൂർ സെറ്റിൽഡ്. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ സെറ്റിൽഡ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഓക്കെ. അപ്പൊ ഹൈദരാബാദും ബാംഗ്ലൂരും വന്നു. ഇനി അടുത്താരൊക്കെ? മകനും മിസ്സസ്. ഓക്കെ. ആംസ്റ്റർഡാം, യൂറോപ്പിലെ. ഞങ്ങൾ ലീവിന് വന്നപ്പോഴത്തെ ഇവിടെ വന്നതാണ്. ഓക്കെ. ഒരാൾ കൂടി ഉണ്ട് അവിടെ, പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാക്കാൻ ചാൻസ് ഉള്ള ഒരാളുണ്ട്. കൊച്ചുമോളുടെ പേര് എമ്മ. എനിക്കൊന്ന് ഇങ്ങനെ വന്ന സ്ഥിതിക്ക്, എല്ലാവരും കണ്ട സ്ഥിതിക്ക് അവർ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ തന്നു വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പം ചെറിയൊരു കടമ്പേ ഉള്ളൂ. ഒരു ചുമ്മാ ചെറിയൊരു ചോദ്യം ചോദിക്കും, വളരെ സിമ്പിളാണ്. മൂവി റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഒരു മിനിമൽ പോസ്റ്റർ കാണിക്കും. അത് റൈറ്റ് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജഡായിപ്പാറ വന്നിട്ട് ഗിഫ്റ്റും കൊണ്ടിട്ട് അങ്ങ് പോവാം. ഏത് ക്ലൂ? ഇത് നോക്കിക്കോളൂ, ഫോൺ വാങ്ങിയിട്ട് നോക്കിക്കോളൂ. വേണമെങ്കിൽ ആ മിനിമൽ പോസ്റ്റർ കണ്ടിട്ട് ഏത് മൂവി എന്നാണ് ഓർമ്മ വരുന്നത്? അതെ, ലാലേട്ടൻ്റെ ഒരു കിടിലൻ പടമാണ്. എത്ര നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ കണ്ടിട്ടുള്ള പടമായിരിക്കും. ദേവാസുരം സിനിമയിലെ ലാലേട്ടനാണോ? മമ്മൂക്കി അല്ലേ? ഉറപ്പാ? ആണോ? റൈറ്റ് ആൻസർ ആണ്? ഉറപ്പാണോ? ഉറപ്പാണ്, റൈറ്റ് ആൻസർ ആണ്. അങ്ങനെ ലാലേട്ടൻ്റെ ദേവാസുരം പറഞ്ഞ് റൈറ്റ് ആൻസർ പറഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കണം. നേരത്തെ കിട്ടിയ ചിരിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ. നല്ല ചെറിയ മഴയൊക്കെ വരുന്നുണ്ട്. പക്ഷെ മഴ വന്നാലും വെയിൽ വന്നാലും വസ്ത്രങ്ങൾ മിന്നുപോലെ തിളങ്ങാൻ സൂര്യഭാഷം തോപ്പ് തന്നെ മതി. അപ്പോൾ യെസ് കുഞ്ഞു മേനിക്കൊത്ത കുഞ്ഞുടുപ്പുകളുടെ ഇന്ത്യയിൽ നമ്പർ 1 ബ്രാൻഡാണ് മാക്കിറ്റോസ് നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ്. യെസ്. ആൻഡ് മാമിയ വെൽനസ് ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. സോ മാമിയ പ്രൊഡക്റ്റ് ഒന്നുകൂടി വാങ്ങിക്കോളൂ. ഇതവിടെ ഗിഫ്റ്റുകളുടെ എണ്ണം കൂടുമ്പോൾ സന്തോഷം കുറഞ്ഞു വരികയാണല്ലോ. യെസ്. അപ്പം എന്തായാലും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഓക്കെ, കാണാം. ഒരു ഗിഫ്റ്റ് ഞാൻ തിരിച്ചെടുക്കുകയാണ്. ഓക്കെ. എല്ലാ തരം പ്രായക്കാരെ ഒരേപോലെ ഇഷ്ടപ്പെടുത്തി കളയുന്ന എന്തൊരു മാതൃകയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ തരം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ നമുക്ക് ഒരേപോലെ കാണാൻ പറ്റും. അത്രയും വലിയൊരു ഫാമിലി നമ്മോടൊപ്പം ജോയിൻ ചെയ്യാണ്. നമസ്കാരം. എന്താണ് ഒരു നമസ്കാരം പറഞ്ഞൊരു ഹലോക്കാണ് വരുന്നത്? വൻ വൈബാണല്ലോ. ഒന്ന് പരിചയപ്പെടുത്തിയേ, ഒന്ന് മൈക്ക് പിടിച്ചേ. ഓക്കെ. എൻ്റെ പേര് ജോസ്. എൻ്റെ സ്ഥലം ചാത്തന്നൂർ. ഒരു സൈഡിൽ നിന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയ പെട്ടെന്ന്. ഇത് മിലൻ്റെ പപ്പ. അത് മിലൻ്റെ മമ്മി, ആ പച്ച സാരി. ഓക്കെ. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്. ഓക്കെ. അത് എൻ്റെ സ്വന്തം ഭാര്യ. പിന്നെ അടുപ്പിച്ചാ പറയുന്നേ സ്വന്തം ഭാര്യ. പിന്നെ അപ്പുറത്തേക്ക് എൻ്റെ ജ്യേഷ്ഠൻ.
പിന്നെ ചേട്ടത്തി. ഓക്കെ, ഇതിപ്പോ പേര് പറഞ്ഞിട്ട് എല്ലാവരും ബന്ധങ്ങൾ നന്നായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി കുറെ സ്ഥലത്ത് ലോങ് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഭയങ്കര അടുത്താണ് അല്ലെ. ഉണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഉള്ള സ്ഥലത്ത് ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് പ്ലേസ് എത്തുന്നതിൽ എന്താ? ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. എൻ്റെ ചൈൽഡ്ഹുഡ് ടൈം പോലും ഇങ്ങനെ ജടായുപ്പാറ ഉണ്ട്, ഞങ്ങൾ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇല്ല. പക്ഷെ ഇപ്പൊ വന്നപ്പോഴാണ് ഇതിന്റെ പ്രത്യേകത മനസ്സിലായത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഭയങ്കര ബിൽഡപ്പിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കൊള്ളാം. ഉണ്ട്. മൊത്തത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഒരു സ്വാഭാവികമായിട്ട് ഇത്ര വലിയ പ്രതിമയാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് വന്ന് ഇഷ്ടപ്പെടുത്തി കളഞ്ഞ കാര്യം എന്തായിരുന്നു? അല്ല, ഇത്രയും ജനങ്ങളെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ഇത്രയും ജനങ്ങൾ വരുന്നല്ലോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സന്തോഷം ഉണ്ട്. അതാണ് കൂടുതൽ വരുന്നത്. റോപ്പിൽ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമുണ്ട്. വന്നു. കേബിൾ കാറിൽ ഫസ്റ്റ് ടൈം ആണോ? ശരിക്കും ഇവിടെ ജഡായിപ്പാറയിൽ എത്തുമ്പോൾ തന്നെ അട്രാക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് വരുന്ന സ്കൾപ്ചർ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ വരുന്ന വഴിയിൽ തന്നെ ഇപ്പോൾ കേബിൾ കാർ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലേ. എന്നാൽ പത്രത്തിൽ ഒരു വലിയൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ആതിഥേയരും കുറച്ച് അതിഥികളും ഉണ്ട്. അവർ ഒരുമിച്ച് കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാനിൽ കൂടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ തന്നാൽ നല്ലതായിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. ഗിഫ്റ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങൾ ഒരിക്കലും അതിനെ ഉപേക്ഷിക്കത്തില്ല. ഇല്ല, ആഗ്രഹമുണ്ട്. പക്ഷെ ആ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ചെറിയൊരു ചോദ്യം കടന്നു പോകണം. അതിന് റൈറ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് കൊണ്ടങ്ങ് പോവാം. റെഡി? യെസ്. അപ്പോൾ ഒരു മിനിമൽ പോസ്റ്റ് നമ്മളൊക്കെ കണ്ട ഒരു സിനിമയുടെ പോസ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോസ്റ്റർ കണ്ടിട്ട് ഇത് ഏതാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് കൊണ്ടുപോകണം. ഗിഫ്റ്റ് ഡേയ്സ് പറഞ്ഞപ്പോൾ ഒരാൾ ഓടി വന്നിട്ടുണ്ട്. യെസ്, ഒന്ന് നോക്കിക്കോളൂ. മൈക്കിൽ ആരാണെങ്കിലും ആൻസർ പറയുമ്പോൾ മൈക്കിൽ പറയണം. വേണമെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. കഴിഞ്ഞിട്ട് ഉത്തരം പറഞ്ഞു തുടങ്ങിയാൽ മതി. വേണമെങ്കിൽ ഫോണൊന്ന് പാസ് ചെയ്തോളൂ. എന്നാ മൈക്ക് പിടിച്ചോളൂ. ഉത്തരം പറയുന്ന ആൾ മൈക്കിൽ പറഞ്ഞോളൂ. എന്നാ മൈക്ക് പിടിച്ചോ. എന്താണ് ഇത്ര നാണം? ഒരു സൈഡ് മമ്മൂട്ടിയാ. മറ്റേ സൈഡിലാരാ? ഇത് വാറുണ്ണി സിനിമയിലെ മമ്മൂട്ടി കണക്കിരിക്കുന്നു. ഉണ്ട്. പക്ഷെ മമ്മൂക്ക കറക്റ്റ് ആണ്, വാറുണ്ണി കറക്റ്റ് ആണ്. പക്ഷെ വാറുണ്ണി സിനിമയുടെ പേരല്ല, ക്യാരക്ടറിന്റെ പേരാണ്. സിനിമ വരണം. സിനിമ വരണം. ആ, നമ്മൾ മനുഷ്യരാന്ന് പോലെ പുലികളൊക്കെ എന്ത് വിഭാഗത്തിൽ പെടുന്നതാ? ഇനി വേണമെങ്കിൽ ആലോചിച്ചോ. ഇതിൽ വലിയ ക്ലൂ തരല്ലേ? ഉറപ്പിക്കാവോ? കണ്ടിട്ടുണ്ട്. അതിൽ മമ്മൂക്ക ഏത് വേഷ? വാറുണ്ണിയാണ്. റൈറ്റ് ആൻസർ. അപ്പൊ എന്തായാലും ഇവിടെ പകുതി അവിടെ നിന്നൊക്കെ സംശയത്തിലാണ് വന്നിരിക്കുന്നത്. യെസ്. അപ്പം എന്തായാലും പ്രിയ റൈറ്റ് ആൻസർ ആണ്. അവർ കൈയ്യടി എവിടെ? സന്തോഷം കാണുന്നില്ലല്ലോ. നമ്മൾ സാധാരണ പറയാറുള്ള ജീവിതത്തിലാണ് തൻ്റെ പാതി എന്നൊക്കെ പറയാറുള്ളത്. ഉത്തരം പറച്ചിൽ വരെ തൻ്റെ പാതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അസൻ വൈഫാണ് അല്ലേ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചേച്ചിക്ക് അങ്ങ് പാസ് ചെയ്തോ കേട്ടോ. ഓക്കെ. അപ്പോൾ മഴയത്ത് വെലുത്തും വസ്ത്രങ്ങൾ മിന്നു പോലെ തിളങ്ങട്ടെ. സൂര്യ വാഷിംഗ് സോപ്പ് തന്നെ ഉപയോഗിക്കുക. റെഡി? ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഒയസ്കോ ഫ്രൈഡ് ചിക്കൻ മസാല നൽകുന്ന വൈവിധ്യമാർന്ന രുചികൾ ഇനി ചേച്ചിയുടെ കൈപ്പുണ്യത്തോട് കൂടിയിട്ട് അങ്ങ് വരട്ടെ. PR കേക്കിന്റെ വളരെ വ്യത്യസ്തമായ രുചികളോട് കൂടിയിട്ടുള്ള അറേബ്യൻ ഡിലൈറ്റ്സ് ആൻഡ് വൈറ്റ് പ്ലം കേക്കിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇതിൽ സന്തോഷം മാക്സിമം വരണം. ഓക്കെ. അപ്പോൾ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് അങ്ങ് പോട്ടെ. നമുക്ക് കാണാം. ജഡായുപ്പാറ കണ്ട് അതിൻ്റെ സ്കൾപ്ചർ കണ്ട് അതിൻ്റെ ഒരു വ്യൂ നമ്മൾ ആസ്വദിച്ച് വരുന്ന സമയത്ത് തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും ഹൈറ്റ്സിൽ നിൽക്കുന്ന. അപ്പോൾ അതിനെ എന്തുകൊണ്ടൊരു വ്യൂ പോയിന്റ് ആക്കി മാറ്റിക്കൂടാൻ ഒരു ചിന്ത സ്വഭാവമായിട്ട് വരും. അതിന് പറ്റുന്നൊരിടം കൂടിയാണ്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം കേരളത്തിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള വർക്കരയിലൊക്കെ ദൂരദൃശ്യം ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്ക് വ്യക്തമാവില്ല, പക്ഷേ ഈ ഒരു ആംഗിളിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് പോലെ ഇവിടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടികൾ നടക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുണ്ട്. അതല്ലാത്ത പക്ഷം ഇൻ്റർനാഷണൽ ഷോസൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഷോകളോട് നടത്തണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സമീപിച്ചാൽ മാത്രം മതിയാവും. പ്രത്യേകിച്ച് സീസൺ ടൈമിലൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്രിസ്മസും ദീപാവലി വരുന്ന സമയത്തൊക്കെ ഇവിടെ കുറച്ചും കൂടി നൈറ്റ് ഷോസും പരിപാടികളൊക്കെ ആയിട്ട് കളർഫുൾ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലെ വ്യൂ പോയിൻറ്റും മറ്റൊരു സൈഡിലെ ഇതിൻ്റെ ഓപ്പൺ സ്റ്റേജിലേക്കുള്ള ഒരു ഗാലറി ആക്കിയിട്ടാണ് അത് മാറ്റിയിരിക്കുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ജഡായു എന്ന വിസ്മയ ശില്പത്തിനൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് ഈ ശില്പത്തിന് പുറകിലെ ആ ഒരു ശില്പി എന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും പൂർണ്ണമാവില്ല. രാജീവ് അഞ്ചൽ ഒരുപക്ഷെ മലയാള സിനിമാ ലോകത്തിലെ എത്രത്തോളം എടുത്തുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായകനും കലാസംവിധായകനും കൂടി തന്നെയാണ്. ഗുരു എന്നൊരൊറ്റ സിനിമ മതി അദ്ദേഹത്തിൻ്റെ കലാമികവ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപക്ഷെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ഓസ്കാർ എൻട്രി കിട്ടിയ സിനിമ കൂടി തന്നെയാണ്.
അതിൽ അത്രത്തോളം കലാമികവ് നമ്മൾ കണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പത്മരാജൻ ചിത്രമായിട്ടുള്ള ഞാൻ ഗന്ധർവനിലെ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് കലാമികവിനുള്ള ബെസ്റ്റ് ആർട്ട് ഡയറക്ടറുകൾ അവാർഡും അദ്ദേഹത്തിന് കരസ്ഥമാക്കിയത്. ഇന്ന് ജഡായു എർത്ത് സെൻറ്ററിൻ്റെ ചെയർമാനും ഒപ്പം തന്നെ മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കഥകളും കാഴ്ചകളും വിശേഷങ്ങളും പറയുമ്പോൾ രാജീവ് അഞ്ചൽ എന്നൊരു പേര് പറയാതെ നമുക്കിവിടെ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഏകദേശം 2018 ജഡായു എർത്ത് സെൻറ്റർ നിലവിൽ വന്നേ നമുക്കറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള രാമായണത്തിലെ കഥകളുടെ ഒരു ബാക്കി പത്രം കൂടിയാണ് ഇവിടെ. അത് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ അമ്പലത്തിലാണ്. ഏകദേശം 1973 സത്യാനന്ദ സ്വാമി ഇവിടെ പ്രതിഷ്ഠിച്ച് വെച്ച് ഇതിൻ്റെ വിഗ്രഹാരാധനകൾ തുടങ്ങുന്നത്. ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത് 13 അടി ഉയരമുള്ള പഞ്ചലോഹ വിഗ്രഹമാണ്. നമുക്കത് ഇവിടെ കാണാൻ പറ്റും. ഒപ്പം തന്നെ ഏകദേശം 2020 കൂടിയിട്ടാണ് 3 അടി ഉയരമുള്ള ഗോൾഡ് പ്ലേറ്റിൽ നിർമ്മിച്ച സ്വർണ്ണ വിഗ്രഹത്തോടു കൂടി ഇപ്പോൾ വിഗ്രഹാരാധന അവിടെ പ്രതിഷ്ഠകളും പൂജകളും ഒക്കെ നടക്കുന്നത് ഈ ഒരു 3 അടി ഉയരമുള്ള പ്രതിമയിലാണ്. പക്ഷേ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ നിർവാഹമില്ല, കാരണം ക്യാമറ അവിടെ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പോയി തൊഴുതിട്ട് വരാം. അതിനൊപ്പം തന്നെ നമുക്കിവിടെ പറന്ന് വരുമ്പോൾ തന്നെ ഇവിടുത്തെ കുറച്ച് ആതിഥേയരെ നമുക്ക് കാണാൻ പറ്റും. ഒരു വാനരക്കൂട്ടം. നമ്മൾ രാമായണത്തിൻ്റെ കഥ പറയുമ്പോൾ സുഗ്രീവനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അത്തരത്തിൽ ഇവിടുത്തെ ഒരു വഴിപാടാണ് ഇവിടെ വാനരപ്പടയ്ക്ക് ഊട്ട് നൽകുന്നത്, അവർക്ക് ഭക്ഷണം നൽകുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവിടെ അമ്പലത്തിൽ ബെല്ലടിച്ച നമ്മൾ മണി കേട്ട് മണിനാഥം മുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മെല്ലെ പോയി തൊഴുതിട്ട് വരാം. ജഡായു മോക്ഷത്തെക്കുറിച്ച് നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സീതാലക്ഷ്മിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയത് രാമൻ അറിഞ്ഞത് ഈ ജഡായു പാറയിൽ വന്ന് ഇറങ്ങിയിട്ടാണ്, ജഡായുവിനോട് സംസാരിച്ച ശേഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രാമൻ വന്നു, രാമൻ്റെ പാദം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ രാമനാണ് ജഡായുക്ക് മോക്ഷം നൽകിയത്, ചിറകറ്റ് വീണ ജഡായുവിന് മോക്ഷം നൽകിയത് എന്നുള്ള കഥകളിലും രാമായണത്തിലൊക്കെ നമ്മൾ വായിച്ച് അറിയാം. അത്തരത്തിൽ ഇവിടെ രാമപാദം നമുക്ക് കാണാൻ പറ്റും. ജഡായു മോക്ഷത്തിന് അതിൻ്റെ വിവരണം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതോടനുബന്ധിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ വരുന്ന നടുവഴികളിൽ തന്നെ ആയിട്ടാണ് നമുക്ക് രാമപാദം കാണാൻ പറ്റുക. പലപ്പോഴും പ്രസിദ്ധമായിട്ടുള്ള പല സൃഷ്ടികളും അതിൻ്റെ പൂർണ്ണരൂപത്തിലായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതിന് വന്ന വഴിയുണ്ട്, അത് വന്ന കുറേയേറെ ശ്രമകരമായിട്ടുള്ള കഥകളും ഉണ്ടായിരിക്കും. അത്തരത്തിലൊന്നാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഒരു വിഞ്ച്. തീർച്ചയായിട്ടും ഇത് ആദ്യം ഇതിൻ്റെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളില്ല, റോഡ് മാർഗം വണ്ടികളിൽ ഇതിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവരാൻ പറ്റില്ല. അത്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഇതിൻ്റെ പണി തുടങ്ങി വെച്ചത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം കനമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുക. തോട്ടത്തിൽ നാരായണൻ പിള്ള, അദ്ദേഹത്തിൻ്റെ പേര് വേണം ആദ്യം പറയാൻ. അദ്ദേഹമാണ് ഇങ്ങോട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള വഴി തന്നത്. ഞാൻ തീർച്ചയായിട്ടും 1.5 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് 800 കിലോഗ്രാം മാത്രം ഭാരമുള്ള സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു വിഞ്ച് സ്ഥാപിക്കാൻ ഇടവന്നത്. ഇവിടെ ഇപ്പോഴും ഈ ഒരു ശില്പം കാണാൻ വരുന്ന സമയത്ത് ഇപ്പോഴും അത് നമുക്ക് ഈ വിഞ്ച് കാണാൻ പറ്റും. ഇത് പണിതതിനുള്ളൊരു കാരണമായതുകൊണ്ട് മാത്രമല്ല ഇത് സ്ഥാപിച്ചിട്ടുള്ളത്, ഇത് ഇപ്പോഴും ഉപകരിക്കുന്നുണ്ട്. കുറേയേറെ വർക്കുകൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഉപകരിക്കുന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രയാസമുള്ളതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ അഖിൽ എന്നൊരു വ്യക്തിയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം ഈ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീരമൃത്യു ഇതിൻ്റെ ഒരു ഏറ്റവും കണ്ണീരോട് കൂടിയുള്ള ഒരു ഓർമ്മ കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടി നമുക്ക് ഈ വെഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ജഡായുവിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾക്കൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടി വേണ്ടി അവിടെ മാർബിളിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് ചരിത്രങ്ങളും ഒപ്പം തന്നെ ഇതിൻ്റെ നാൾ വഴികളും. ഏകദേശം 1999 മുതലാണ് ജഡായുപ്പാറ ഉൾപ്പെട്ട സർക്കാർ സ്ഥലങ്ങൾ, ഏകദേശം 65 ഏക്കറോളം സ്ഥലങ്ങളാണ് ഇവിടെ എടുത്തുകൊണ്ടത് തുടക്കം കുറിച്ചത്. ജില്ലാ കളക്ടറായിരുന്ന ശ്രീ ദേവേന്ദ്രകുമാറായിരുന്നു നടപടിക്ക് തുടക്കം കുറിച്ചത്. 1999 മുതൽ 2013 വരെ പദ്ധതി തുടങ്ങി വയ്ക്കുന്നതിനുള്ള കാലയളവ് വരെയുള്ള ഘട്ടങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കുറിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 9 വർഷത്തോളം കാലയളവ് എടുത്ത് പണി കഴിപ്പിച്ച് 2018 ഇന്ന് നമ്മൾ കാണുന്ന ജഡായുവിൻ്റെ ഒരു പ്രതിമ പൂർത്തീകരിച്ച് നിലവിൽ വന്നത്. രാവണനായിട്ടുള്ള യുദ്ധത്തിനൊടുവിൽ, രാവണൻ്റെ വാൾ പ്രയോഗത്തിനൊടുവിലാണ് ചിറകരിഞ്ഞ് ജഡായു പാറയിൽ വീണ. ആ കഥ നമുക്കറിയാം. അങ്ങനെ ചിറകറ്റു വീണ ജഡായു കൊക്കുരുമി വെള്ളം കുടിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വറ്റാത്ത കുളമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
ഇതൊരിക്കലും പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിശ്വാസം. പിന്നീട് രാമൻ്റെ വരവോട് കൂടിയിട്ട് മോക്ഷം കിട്ടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിജീവനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കുക്കുരുമി വെള്ളം കുടിച്ചത് ഈ കാണുന്ന വറ്റാത്ത കുളത്തിലെന്നാണ് വിശ്വാസം. ഏറ്റവും വലിയതിനെ അതിനെ മികച്ചതാക്കാൻ പറ്റാൻ അത്രത്തോളം മികവുറ്റ കലാസൃഷ്ടി തന്നെ വേണം അല്ലേ? ആ ഒരു സൃഷ്ടാവിൻ്റെ ദീർഘവീക്ഷണം എത്രത്തോളമാണ് എന്നുള്ളത് ഓരോ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ നമുക്ക് അവർ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് എൻട്രിയിൽ കിട്ടുന്നൊരു വ്യൂ ഉണ്ട് ജഡായുവിൻ്റെ. ആ ഒരു വ്യൂ തന്നെ ഇതിനെ വലം വെക്കുമ്പോൾ ഒരു 360 ആംഗിളിൽ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ കലാകാരൻ്റെ ആദ്യത്തെ ഒരു ദീർഘവീക്ഷണം അത് തന്നെയാണ്. എവിടെ നോക്കി കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു പൂർണ്ണ ശില്പം, ആ പൂർണ്ണ രൂപം ആർക്കും ഇവിടെ വരുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ പുറം കാഴ്ചകളാണ്. ഈ കാഴ്ചകൾ 1-2 വർഷത്തിനേക്ക് അപ്പുറത്തേക്ക് ഇതിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് മാറുന്നുണ്ട്. ഈ അകത്ത കാഴ്ചകളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആധുനികതയെ കൂട്ടുപിടിച്ചുകൊണ്ട് എത്രത്തോളം വിനോദം എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ ഏറ്റവും പീക്ക് ലെവലിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ഇതിൻ്റെ ഡയറക്ടറുടെ ഒരു വ്യൂ പോയിന്റ്. അത് മറ്റൊന്നും കൊണ്ട് കൂടിയല്ല, വേർച്വലി ഇവിടെ ത്രതായുഗ കാലത്തെ കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന സമയത്ത് ഇത് എത്രത്തോളം ഹൈറ്റുള്ള 7 നില കെട്ടിടമാണോ എന്നൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അത് അടുത്ത് നിന്ന് വന്ന് നോക്കുമ്പോൾ ആ സംശയം മാറും. എത്രത്തോളം ഹൈറ്റിലാണ് ഒരു 7 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ നിൽക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കാൻ പോകുന്നത് 1-2 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ വേർച്വൽ ഒരു ലോകം തന്നെയാണ്. നമുക്ക് കാഴ്ചകൾക്കൊപ്പം കാഴ്ചകളുടെ സാധ്യതകളെ ഏറ്റവും മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ സൗണ്ടിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് കൂടി തന്നെ ത്രതായുഗ കാലത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാൻ പറ്റുകയാണ്. നമ്മൾ കേട്ട കഥകളിലെ അപ്പുറത്തേക്ക് ഇതിൽ കുറച്ചും കൂടി വ്യക്തമായ കാഴ്ചകളോടെ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുമെന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ 60 തിയേറ്റർ കൂടെ വരാൻ പോവാണ്. അത് ശരിക്കും നമ്മൾ ജഡായു യുദ്ധത്തെക്കുറിച്ചിട്ടും രാവണനായിട്ടുള്ള ജഡായിൻ്റെ യുദ്ധത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. ആ കഥകൾ ഫൈറ്റ് രൂപയാണ് കൃത്യമായിട്ട് 60 തിയേറ്ററിൽ ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ വരുന്ന 24 സീറ്റ്സ് കപ്പാസിറ്റിയുള്ള ഒരു തിയേറ്റർ കൂടി ഒരു 2 വർഷത്തിനുള്ളിൽ ഇവിടെ ഓപ്പൺ ആവുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജഡായു സംസാരിക്കാൻ പോകുന്നത് ശരിക്കും സമകാല വിഷയങ്ങളിലേക്ക് അപ്പുറത്തേക്ക് ഒരു ഫ്യൂച്ചർ എന്നുള്ളൊരു വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഈ ഡയറക്ടർക്ക് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ മിസ് ചെയ്യരുത്, കാണാതെ പോവരുത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എന്തോ ഒരുപാടുണ്ട് ഇവിടെ പറഞ്ഞതും കേട്ടതിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കാനുള്ള സമയം കൂടിയാണ്. ഒരിക്കലെങ്കിലും ജഡായു പാറയിലെത്തുക, ചരിത്രത്തിൻ്റെ വിനോദത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ, സൈനിങ് ഓഫ്, റോഹൻ ലോന.